ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, അതുകൊണ്ട് തന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഡോണറ്റ് വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ എന്നിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മുടേത്. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആവാതെ വീഡിയോയിലേക്ക് പോയാലോ. ഡോണറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കാദ്യം ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് 3/4 കപ്പോളം ഇളം ചൂടുള്ള പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 ടീസ്പൂണോളം അളവിൽ ഈസ്റ്റും എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് പെട്ടെന്ന് ഫെർമെൻറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യണം. ഞാനിവിടെ 2 ടീസ്പൂണോളം ഷുഗറും ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെക്കുന്നുണ്ട്. ഇതിങ്ങനെ മൂടി വെച്ച് ഞാൻ ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഈസ്റ്റ് ഒന്ന് ഫെർമെൻ്റായി വെച്ചിട്ട് നമുക്ക് ഇനി ഇതിലേക്കുള്ള മാവ് കുഴച്ചെടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഈസ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈസ്റ്റ് കട്ട പിടിക്കുകയോ ഡേറ്റ് കഴിഞ്ഞ് പോയതോ എടുക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ തന്നെ ഡോണറ്റ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയില്ല. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഡോ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 3 ടീസ്പൂണോളം ഷുഗറും ആഡ് ചെയ്യുന്നുണ്ട്. ഡോണറ്റിന് കുറച്ചുകൂടി മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡോണറ്റ് തയ്യാറാക്കുമ്പോൾ ഒരു എഗ്ഗ് യൂസ് ചെയ്യുന്നത് ഡോണറ്റിന് കുറച്ചുകൂടി സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ ടേസ്റ്റും കൂടാൻ സഹായിക്കും. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോണറ്റ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഓയിലിന് പകരം ബട്ടർ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ബട്ടർ ഇല്ലാത്തവർക്ക് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അവസാനമായിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എഗ്ഗ് കൂടി ചേർത്തിട്ട് ഈ ഒരു മാവ് നമുക്കൊന്ന് തിരുമ്മിയെടുക്കണം. ബട്ടറും എഗ്ഗും ബേക്കിംഗ് സോഡയും ഉപ്പും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. ഇത് ഡോണറ്റ് ഉണ്ടാക്കുമ്പോൾ ശരിയാവുന്നില്ല, പെർഫെക്ഷൻ കിട്ടുന്നില്ല, സോഫ്റ്റ്നെസ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും നിങ്ങൾ ഇതിൽ സക്സസ് ആയിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം ഇതിലെ ഓരോ സ്റ്റെപ്പും ഫോളോ ചെയ്തിട്ട് ഡോണറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വീട്ടിലെ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ഡോണറ്റ് സെയിൽ ചെയ്യുന്നവർക്കും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കൂ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു പാലിൻ്റെ മിക്സ് എനിക്കിതിലേക്ക് ഫുള്ളായിട്ട് ആവശ്യമായി വന്നിട്ടുണ്ട്. നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോഴും ഇങ്ങനെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം. അങ്ങനെ ഞാൻ പറയാൻ കാരണം ചില ഫ്ലോറിലേക്ക് ഇത്രത്തോളം മിക്സ് വേണ്ടി വരില്ല. അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഈ ബൗളിൽ നിന്ന് ഒരു പരന്ന പാത്രത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഡോണറ്റിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഡോ നല്ല സമയമെടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ഡോണറ്റ് അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കാണിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ഡോ എപ്പോഴും കുറച്ച് സ്റ്റിക്കി ആയിരിക്കും. അത് കാര്യമാക്കേണ്ടതില്ല. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഡോ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഈ ഒരു ഡോ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പിലും ചെറുതായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഒരു നനഞ്ഞ ടവലോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പോ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം.
അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ചാലും മതി. ഈ ഒരു ഡോ ഫെർമെൻ്റായി ഡബിൾ സൈസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനെ ഇനി നമുക്ക് ഒരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി ഇതിപ്പോൾ ഞാൻ ഒരു 2-2.5 മണിക്കൂറിന് ശേഷമാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇത് ഡബിൾ സൈസിലായി വന്നിട്ടുണ്ട്. നമ്മുടെ ഡോ പെർഫെക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്ത് ഇനി ഇത് ബോളുകളായിട്ട് നമുക്ക് ഡോണറ്റിന് വേണ്ടിയിട്ട് റെഡിയാക്കിയെടുക്കാം. ഇങ്ങനെ ജസ്റ്റ് കുഴച്ചെടുത്താൽ മാത്രം മതി, ഓവറായിട്ട് പ്രസ് ചെയ്യേണ്ടതില്ല. ഇനി ഇതിനെ ഈക്വൽ സൈസിലുള്ള ഉരുളകളായിട്ട് മാറ്റിയിട്ട് നമുക്ക് ഡോണട്ടാക്കിയെടുക്കാം. ഓരോ ബോളുകളായിട്ടാണ് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുള്ളത്. നന്നായിട്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കേണ്ടതില്ല. ഇതിനെ ഞാൻ ഇനി ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. റൗണ്ട് ഷേപ്പിലുള്ള ഏതെങ്കിലും പാത്രത്തിൻ്റെ അടപ്പോ കാര്യങ്ങളോ വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ സെൻറ്ററിൽ ഹോൾസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോസിലിൻ്റെ ബാക്ക് പോർഷനാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ പ്രസ് ചെയ്ത് സെൻറ്ററിൽ ഹോൾസ് നമുക്ക് കൊടുക്കാം. അങ്ങനെ ഡോണറ്റിനുള്ള ഷേപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ എല്ലാ ഡോയും നമുക്ക് ഇങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്, ഇനി അത് പോസിറ്റീവ് ആണെങ്കിലും എന്തെങ്കിലും പോരായ്മകളാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഇങ്ങനത്തെ കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ബാക്കിയുള്ള ബോൾസ് കൂടി ഇങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം ഡോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി പരത്തിയെടുത്തിട്ടുള്ള ഓരോ ഡോണട്ടും ബട്ടർ പേപ്പറിൽ വേണം ഇത് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എല്ലാ ബോൾസും ഇങ്ങനെ പരത്തിയെടുത്ത് ഇനി ഇത് നമുക്ക് ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ നനഞ്ഞ തുണി വെച്ചോ മൂടി വെച്ച് ഇതൊന്ന് ഡബിൾ സൈസ് ആവാൻ വേണ്ടി വെക്കണം. അങ്ങനെ ഞാനിത് ഒരു 1 hour മാറ്റി വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോഴേക്ക് ഈ ഒരു ഡോണറ്റ് ഈ ഒരു സൈസിലായി മാറിയിട്ടുണ്ട്. ഇനി അതിൽ നിന്നും ഓരോ ബട്ടർ പേപ്പർ എടുത്ത് ഇങ്ങനെ ഓയിലിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഓയിൽ നല്ല ചൂടുണ്ടാവാനും പാടില്ല. ഓയിൽ ഓവർ ഹീറ്റായി കഴിഞ്ഞാൽ ഡോണറ്റ് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. ഇനി ഇതിടക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് ഉൾഭാഗം കുക്കായി കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും അറിയിക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. Thank you.